പ്രൈസ് ദ ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഷക്കൈന ടെലിവിഷൻ ഈ വർഷം ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കുന്ന 3 ദിവസത്തെ ജോയ് ഓഫ് ദ ഗോസ്പൽ എന്ന വചന ധ്യാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഈ 3 ദിവസങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ലുക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 10-11 തിരുവാക്യങ്ങളാണ് ഈ ധ്യാനത്തിന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള തിരുവചനം. അവിടെ പറയുന്നു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ആ സദ്വാർത്തയാണ് ഈ 3 ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാനൊരുങ്ങുന്നത്. നമുക്കറിയാം, അധികം നല്ല വാർത്തകളൊന്നും കേൾക്കാൻ സാധിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാതെ വിഷാദം പരക്കുന്ന ഒരു കാലം. എല്ലായിടത്തും COVID-19 വൈറസുമായി ബന്ധപ്പെട്ട ഭയവും ഭീതിയും നിരാശയും ആകുലതയും ഒക്കെ പരക്കുമ്പോൾ, ഇതാ ഈ തിരുപ്പിറവി കാലത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, കുഞ്ഞേ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് നമ്മൾ തിരഞ്ഞെടുത്ത പേര് ദ ജോയ് ഓഫ് ദ ഗോസ്പൽ എന്നാണ്. 2013 നവംബർ 24 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ പേരാണ് ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. അതിൻ്റെ 84-ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചൊരു പദമാണ് സ്റ്റെറൈൽ പെസിമിസം, വന്ധ്യമായൊരു വിഷാദാത്മകത. നമ്മുടെ കാലഘട്ടത്തെ ഭരിക്കുന്ന വന്ധ്യമായൊരു വിഷാദാത്മകതയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പറയുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിക്നെസ് ഡിപ്രഷനാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്, വിഷാദരോഗം. അങ്ങനെയുള്ള ഒരു കാലത്ത് തീർച്ചയായും നമുക്ക് ഈ ആഗമന കാലത്തെ ഈ 3 സന്ധ്യകളിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിറയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഈ അടുത്ത നാളുകളിൽ സുഹൃത്തായ ഒരു വൈദികൻ പങ്കിട്ടതിങ്ങനെയാണ്, പല ക്രിസ്തീയ ഭവനങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങൾ ഒരു പ്രാർത്ഥനയോ ഓൺലൈൻ ഹോളിമാസ് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഈ ധ്യാന ദിവസങ്ങളിൽ ഞങ്ങളോട് അവിടുത്തെ സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കിടണമേ. സങ്കീർത്തനങ്ങൾ 13:5 ഒരു തിരുവചനം നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുകയാണ്, ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. അതുകൊണ്ട് ഈ സങ്കീർത്തകനോടൊപ്പം കർത്താവിൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയണം. കത്തോലിക്ക സഭ കണ്ട വളരെ വിശുദ്ധനും പണ്ഡിതനുമായ ഒരു കാർഡിനലാണ് കാർഡിനൽ സ്വിനൻസ്. അദ്ദേഹത്തോട് ഡാൻഹർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പ്രതിനിധി ഒരിക്കൽ ചോദിച്ചു, ഇത്രയും അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു കാലത്തും എങ്ങനെയാണ് അങ്ങ് ഒരു പ്രത്യാശയുടെ മനുഷ്യനായി കാണപ്പെടുന്നത്? ഇത്രയും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു കാലത്തും അങ്ങൊരു പ്രത്യാശയുടെ മനുഷ്യനായി ഇപ്പോഴും എങ്ങനെയാണ് കാണപ്പെടുന്നത്? അന്ന് കോവിഡൊന്നുമില്ല, പക്ഷെ പല പ്രതിസന്ധികൾ സഭയ്ക്കകത്തും പുറത്തും ലോകത്തിലും നിറഞ്ഞു നിൽക്കുമ്പോഴും കാർഡിനൽ സ്വിനൻസ് ഒരു പ്രത്യാശയുടെ, ഒരു ജോയ്ഫുൾ കോൺട്രഡിക്ഷൻ ആയിരുന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു,
കാരണം ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 683 ഖണ്ഡികയിൽ പറയുന്നു, ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടുന്ന് നമ്മിൽ വരികയും നമ്മിൽ വിശ്വാസത്തിൻ്റെ ദീപം തെളിയിക്കുകയും വേണം. ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഈ തിരുമണിക്കൂർ അനുഗ്രഹത്തിൻ്റെ ആകാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വന്ധ്യമായ വിഷാദാത്മകത ഭരണം നടത്തുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. നമുക്കെല്ലാവർക്കും ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ നീ വരേണമെൻ മാനസമണിക്കോവിലിൽ. വളരെ ആഴമാർന്ന ധ്യാനം ആവശ്യപ്പെടുന്ന ഒരു വരികളാണ് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഈ സായാഹ്നം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും അഭിഷേകത്തിൻ്റെയും രാത്രിയാക്കി മാറ്റണമേ. ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യാശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ നീ വരേണമെൻ മാനസമണിക്കോവിലിൽ. നായകാ ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവേ നീ വരേണമെൻ മാനസമണിക്കോവിലിൽ. നായകാ ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാൽ എന്നിലെ അന്ധകാരം അകറ്റണമേ. അവിടുത്തെ ചൈതന്യധാരയിൽ അവിടുന്ന് എന്നിൽ അത്ഭുതകരമായ അഴിച്ചുപണിയൽ നടത്തണമേ. കർത്താവെ, പ്രത്യാശ നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ, പ്രാർത്ഥനയുടെ അഭിഷേകം നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ ഈ രാത്രി അവിടുന്ന് വ്യാപരിക്കണമേ. കർത്താവെ, അങ്ങേ ജനം ഈ 3 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടട്ടെ. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ അഭിഷേകവും പ്രത്യാശയുമുള്ളതാക്കി മാറ്റട്ടെ. ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഈ വരികളോട് ചേർന്ന് ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. സാധിക്കുമെങ്കിൽ ഹൃദയത്തിൽ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ നീ വരേണമെൻ മാനസമണിക്കോവിലിൽ. നായകാ ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുത്തെ ശക്തി ചൈതന്യം ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, വചന ശുശ്രൂഷ കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും അവിടുത്തെ ആത്മാവിന്റെ ഭരണമുണ്ടാവട്ടെ. നൈരാശ്യ ദുർപീഡകൾ വിട്ടുപോകട്ടെ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയെ അഭിഷേകത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ. കടുത്ത നൈരാശ്യ പീഡകളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. ഹാലേലൂയ. സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹാലലൂയ. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ. ഓ ദൈവമേ, ഈ രാത്രി അവിടുത്തെ അഭിഷേകം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ, നിറയട്ടെ. ഹാലലൂയ, ഹാലലൂയ. സ്തുതിച്ച് ആരാധിക്കാം. ഹാലലൂയ, ഹാലലൂയ. ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹാലലൂയ, 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 ഹാലലൂയ. പ്രിയമുള്ളവരെ, ഈ 3 ദിവസത്തെ ധ്യാനം
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തുകയാണ്. ഷെക്കൈന ടെലിവിഷനിലൂടെ ഈ 3 ദിവസങ്ങൾ തൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തിരിക്കുന്ന 3 വ്യക്തികളും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരല്ല, കാറ്റഗിസം പഠിച്ചവരല്ല, പക്ഷേ ജീവിതത്തിൻ്റെ അതിനിർണായകമായ നിമിഷങ്ങളിൽ ജീവിക്കുന്ന ദൈവമായി, യേശുവിനെ രക്ഷകനും കർത്താവുമായി തിരിച്ചറിഞ്ഞവരാണ്. അതാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ അഗസ്തീനോസ് ഒരിക്കൽ പറഞ്ഞു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദ ഡോർ ടു ദ ഹ്യൂമൻ ഹാർട്ട് ക്യാൻ ബി ഓപ്പൺ ഓൺലി ഫ്രം ഇൻസൈഡ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കും കടന്നു വരാൻ ഒരു പഴുത് തേടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഈശോ. അതുകൊണ്ട് ഈ ആഗമന കാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നിടാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സ്ഥാനാരോഹണ ദിവസം നടത്തിയ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടാൻ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാം. ഒരിക്കൽ ഒരു കാറ്റഗിസം ക്ലാസ്സിലേക്ക് രൂപതയിലെ മെത്രാനച്ചൻ കടന്നു വരികയും, അദ്ദേഹം 6-ാം ക്ലാസ്സിലോ 7-ലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരോട് ചോദിച്ചു, മക്കളെ, ഈ കാണുന്ന ആകാശവും ഭൂമിയും ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, പിതാവേ, അതൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. പിതാവ് വീണ്ടും ചോദിക്കുന്നു, മക്കളെ, നമുക്ക് നല്ല മാതാപിതാക്കളും നല്ല ആരോഗ്യമുള്ള ശരീരവും എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് ആരാണ്? ഉടനെ ആ കുഞ്ഞുങ്ങൾ ഒരുമിച്ചൊരു കോറസ് പോലെ പറഞ്ഞു, ദൈവം. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, അവരിത് ആവർത്തിക്കുന്നു. ആ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആദരണീയനായ ആ മെത്രാപ്പൊലിത്ത സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ തന്നത് ദൈവമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, അപ്പനെ തന്നത്, അമ്മയെ തന്നത് ദൈവമാണ് എന്ന് പറയാൻ കാറ്റഗിസം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഏതൊരു കുഞ്ഞിനോടും, ഒരു കാറ്റഗിസം പഠിക്കാത്തവനോട് ചോദിച്ചാലും പറയും. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം തന്നത് എൻ്റെ അപ്പനാണ് എന്ന് പറയാൻ കഴിയാതെ പോയത്? പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, സമരിയ കിണറ്റിൻകരയിൽ ഈശോ ഒരു സ്ത്രീയോട്, ആ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് ക്രിസ്തീയത. അതുകൊണ്ടാണ് ആ മെത്രാനച്ചൻ സങ്കടത്തോടെ പറഞ്ഞ്, എന്തുകൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ അപ്പനാണ് എന്ന് പറയാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോയത്? യേശുക്രിസ്തുവിൽ രക്ഷയുടെ ആനന്ദം സ്വന്തമാക്കിയ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പുതിയതായി കടന്നു വന്ന ഒരു വലിയ വ്യക്തി തൻ്റെ ആത്മകഥയ്ക്ക് കൊടുത്ത പേര് ഐ ഡയർഡ് ടു കോൾ ഹിം ഫാദർ എന്നാണ്. ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്നാണ് മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷ് വാചകം കൂടുതൽ വ്യക്തമാണ്. ഐ ഡയർഡ് ടു കോൾ ഹിം ഫാദർ. ദൈവത്തെ പിതാവായി തിരിച്ചറിയാനുള്ള കഴിവിൻ്റെ പേരാണ് ക്രിസ്തീയത. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ, സങ്കടങ്ങളെ, പരീക്ഷണങ്ങളെ, നൈരാശ്യ ചിന്തകളെ ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം, ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിക്കുന്ന അങ്ങേക്ക് എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരാൻ
എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ദൈവം കേവലം കുറേ അറിവല്ല, ദൈവം കുറേ അറിവല്ല, കുറേ ഇൻഫോർമേഷൻസ് അല്ല, ദൈവം ഒരു അനുഭൂതിയല്ല, ഉള്ളിലുള്ള ഒരു ഫീലിംഗ് അല്ല. മറിച്ച് ദൈവം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഗാധതയിൽ ഞാനും നിങ്ങളും സ്വന്തമാക്കുന്നൊരു അനുഭവമാവണം. ഒരു കൊച്ചു കുഞ്ഞ്, അവനെന്നും ഒരു ദേവാലയത്തിൽ 7 വയസ്സേ ഉള്ളൂ, മാതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ ആ ദേവാലയത്തിൽ എന്നും പുറകിലിരിക്കാറുണ്ട്. ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ്. ഒരു ദിവസം ഈ ജ്ഞാനവൃതൻ കുഞ്ഞിനെ തടഞ്ഞു നിർത്തി. മോനെ, നീ എന്താ അവിടെ പോയിട്ട് ചെയ്യുന്നത്? മാതാവിനോട് എന്താ പറയണത്? കുഞ്ഞു പറഞ്ഞു, ഞാൻ കുറച്ച് മടിച്ചാണെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മേ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഈശോടൊന്ന് ചോദിക്കാവോ? അപ്പം അമ്മ പറയും, ഉവ്വ്, നിന്നെ ഈശോ ഓർക്കുന്നുണ്ട്. അമ്മേ, എന്നെ മറക്കല്ലേ എന്ന് ഈശോടൊന്ന് പറയാമോ? എന്നിട്ട് അത് മാതാവിനെ പറഞ്ഞേൽപ്പിച്ചിട്ട് അവൻ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു. പ്രിയമുള്ളവരെ, ഹൃദയമില്ലാത്ത ആരാധനയെ നോക്കിയിട്ടാണ് ക്രിസ്തു സങ്കടപ്പെട്ടത്. അതുകൊണ്ട് ഈ ആഗമന കാലത്ത് എവിടെയോ വായിച്ചു, ഒരു വാട്സാപ്പിലോ മറ്റോ വന്നതാണ്, ഈ ക്രിസ്തുമസിന് ക്രിസ്തു മിസ്സാവരുത്. ഏറ്റവും വലിയ ധ്യാനം എന്നിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ദൂരം തിരയലാണ്. അതുകൊണ്ട് ദൈവം ഈ 3 ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു പഴുത് തേടുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കാം. അറിവിനും അനുഭൂതിക്കും അപ്പുറം, ദൈവമേ, എൻ്റെ ഉള്ളിലേക്ക് നിന്റെ സ്നേഹം നിറയ്ക്കണമേ. ഈ വരികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവാക്യങ്ങളിൽ പറയുന്നു, കർത്താവിൻ്റെ ആത്മാവിനാൽ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എങ്കിൽ ആ പരിശുദ്ധാത്മാവ്, ആ ദൈവ സാന്നിധ്യം സഹോദര സഹോദരി നിങ്ങളായിരിക്കുന്ന ഭവനത്തിലുണ്ട്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലുണ്ട്. കർത്താവിൻ്റെ ആത്മാവിനാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയും. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ദൈവത്തോട് പറയുകയാണ്, ആബാ പിതാവേ, നല്ലവനായ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. അറിവല്ല എന്നുടെ ദൈവം, വെറുമനുഭൂതിയല്ലെൻ്റെ ദൈവം, ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം, അനുഭവമാണെൻ്റെ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 17:3 നമ്മൾ കാണുന്നു, ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ക്രിസ്തു യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഒരായുഷ്കാലം മുഴുവൻ ക്രിസ്തുവിൻ്റേതെന്നതുപോലെ കൂടെ നടന്നിട്ട് പ്രിയമുള്ളവരെ നമുക്ക് അവനെ അറിയാതെ കടന്നു പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എനിക്കൊരു ദൈവാനുഭവം വേണം, ദൈവമേ അങ്ങനെ തൊടണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവട്ടെ. സന്ധ്യായാമങ്ങളിൽ ഏകാഗിയായ നിന്റെ പ്രാർത്ഥനയിൽ നീ സ്തുതിഗീതങ്ങൾ ഉയർത്തുമ്പോൾ അനുഗ്രഹവർഷമായി, കരുണാകടാക്ഷമായിട്ട് നിന്നെ തഴുകുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഈ വിഷാദം പരക്കുന്ന കാലത്ത്, പ്രത്യാശിക്കാൻ ഒന്നുമില്ലെന്ന് നിരന്തരം ലോകം വിളിച്ചു പറയുന്ന ഒരു കാലത്തും പ്രിയമുള്ളവരെ, നമുക്ക് പ്രതീക്ഷിക്കാൻ ഒത്തിരിയുണ്ട്. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളത് 1000ങ്ങളാണ്. ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സന്ധ്യായാമങ്ങളിൽ ഏകാകിയാമെൻ്റെ പ്രാർത്ഥനയിൽ സ്തുതിതൻ ഗീതികളാ ഞാനാർത്തു പാടുന്ന വേളകളിൽ
അനുഗ്രഹവർഷമായി കരുണാകടാക്ഷമായി തഴുകുന്ന സ്നേഹമാണെൻ്റെ ദൈവം. അനുഗ്രഹവർഷമായി കരുണാകടാക്ഷമായി തഴുകുന്ന സ്നേഹമാണെൻ്റെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. അറിവല്ല ദൈവമേ, കേവലം അറിവുകൾ ബുദ്ധി നിറച്ച ഒരു ഹൃദയം, വെറുമനുഭൂതി, ഒരു ഫീലിംഗ് അല്ല ദൈവം, കുറെ ഇൻഫോർമേഷൻസ് അല്ല, കുറെ ഫീലിംഗ്സ് അല്ല. ദൈവം ജീവിക്കുന്ന അനുഭവമാണ്. അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം, അനുഭവമാണെൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മേ, ഈ ശുശ്രൂഷയെ അമ്മയുടെ നിർമ്മല കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹമായി കത്തിപ്പടരാൻ മാതാവെ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ മരിയ, ഈശോയുടെ കൂടെ ഈ 3 ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങുകയാണ് അടുത്തു വരുന്ന ക്രിസ്മസിനായിട്ട്. സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ സായാഹ്നത്തിൽ നിങ്ങളിൽ കുറേ പേര് പ്രാർത്ഥനയോടെ കൂടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമുക്ക് ഈ ഒരു പങ്കുവയ്ക്കൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം, ഞാൻ എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കുന്നത് കുരിശ് വരയോട് കൂടിയാണ്. അത് പരസ്പരം കുരിശ് വരച്ചുകൊണ്ടാണ് എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കിന്ന് ഒന്ന് ചേർന്ന് ഒരു കുരിശ് വരച്ചുകൊണ്ട് ഈ സായാഹ്ന പരിപാടിയിലേക്ക് കടക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ഒരു സായാഹ്നത്തിൽ ഈശോ നമ്മോട് കൂടെയുണ്ട്. ശശി നമ്മോട് പറഞ്ഞു വെച്ചു, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. ഏറ്റവും സന്തോഷകരമായ ഈ സായാഹ്നത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കടമയുണ്ട്. അതൊരു നന്ദി പറയുക. അവസാനം, പരിപാടിയുടെ അവസാനമാണ് നന്ദി പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ മറന്നു പോകാതിരിക്കാനും നിർബന്ധമായും നന്ദി പറയേണ്ട കുറേ ആളുകളും മനുഷ്യരും ഇപ്പോഴും എൻ്റെ കൺമുൻപിൽ നിൽക്കുന്നത് കൊണ്ടും നന്ദിയോടെ ആരംഭിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കാര്യം പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, ഒരാൾ മാത്രമാണ് വന്ന് നന്ദി പറഞ്ഞത്, മറ്റു 9 പേർ എവിടെ? നമ്മളെക്കുറിച്ച് ഈ ക്രിസ്മസിൽ ഈശോ അങ്ങനെ ചോദിക്കുമോ? നിങ്ങൾ എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പറയും താങ്ക് യു ഒക്കെ പറയുന്നത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ പരിപാടിയല്ലേ? അല്ല പ്രിയമുള്ളവരെ, ഈശോ ബൈബിളിൽ നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുടെ ഒരു മനസ്സ്, ഒരു വാക്കുകൾ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, നമ്മളത് പറയണം. താങ്ക് യു എന്ന് പറയാൻ പഠിക്കണം. നമ്മൾ ഈശോയോട് നന്ദി പറയണം, മാതാപിതാക്കളോട് നന്ദി പറയണം, കൂട്ടുകാരോട് നന്ദി പറയണം, നമ്മളെക്കാൾ താഴെയുള്ളവരോട് പോലും
നമ്മൾ നന്ദി പറയാനായിട്ട് പഠിക്കണം. ഒത്തിരി സന്തോഷമുണ്ട് ഈ സമയം നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഹേമലത രാമസ്വാമി, അമ്മയുടെ പേര് മീനാക്ഷി. ഞാൻ തൃശ്ശൂർ പാട്ടിരാക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. എൻ്റെ ചെറുപ്പത്തിലേ മുതൽ തന്നെ ഒത്തിരി പ്രത്യേകതകൾ എൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു. അച്ഛൻ്റെ 50-ാമത്തെ വയസ്സിലും അമ്മയുടെ 40-ാമത്തെ വയസ്സിലും ഈ ലോകത്തേക്ക് കടന്നു വരാൻ വലിയൊരു ദൈവാനുഗ്രഹം തമ്പുരാൻ എനിക്ക് തന്നു. അപ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ നടക്കാൻ പോകുമ്പോൾ പലരും അച്ഛൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, ആരാ സ്വാമി ഇത്? ഉടനെ അച്ഛൻ പറയും, എടോ ഇത് മനസ്സിലായില്ലേ, ഇതെൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. 5 വയസ്സും 6 വയസ്സും ഉണ്ടായിരുന്ന എനിക്ക് റിട്ടയർമെൻറ്റും അറിഞ്ഞുകൂടാ, ബെനിഫിറ്റും അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 4 വർഷമായി. ഇപ്പം എനിക്കറിയാം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്താണെന്ന്. പക്ഷേ 1-ാം ക്ലാസ് മുതൽ എനിക്കറിയാമായിരുന്നു ഞാനൊരു ബെനിഫിറ്റാണെന്ന്. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാനൊരു ബെനിഫിറ്റാണ്, ഞാനൊരു അസറ്റാണ്, ഞാനൊരു ലയബിലിറ്റി അല്ല, ഞാനൊരു വലിയ നിധിയാണ് എന്ന് നമുക്ക് സ്വയം പറയാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും കൊച്ചുകുട്ടികളെയൊക്കെ കുറിച്ച് നമ്മൾ വളരെ ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ പറയും. പക്ഷെ കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ, അവരെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകാറില്ലേ? ഈ ക്രിസ്മസിൽ ഞങ്ങളുടെയൊക്കെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനായാൽ, ഞാൻ വലിയ പ്രഘോഷണമൊന്നും നടത്താൻ വന്നതല്ല. ചെറിയ ചില പങ്കുവയ്ക്കലുകൾ, ചെറിയ ചില ഉൾക്കാഴ്ചകൾ, നിങ്ങൾക്കും സാധിക്കും. ഞാൻ ചെയ്തത് ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. ആ ഒരു ചലഞ്ച്, ആ ഒരു വെല്ലുവിളി നിങ്ങളുടെ മുൻപിൽ വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ തുടങ്ങുന്നത് പൗലോസ്ലീഹ പറഞ്ഞു വെച്ച ഒരു വചനമാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നേരത്തെ ശശി നമ്മളോട് പറയേണ്ടായി, പ്രത്യാശയെക്കുറിച്ച് നമ്മളോട് പറയേണ്ടായി. എങ്ങും നിരാശയുടെ ഒരു വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം നമുക്കൊരു വലിയ അനുഗ്രഹമാണ് ഇതുപോലെ ചാനലുകളിലൂടെ നമുക്ക് കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുക. ഞാൻ ഇന്ന് പോലും 6 മണിയുടെ ഷെക്കൈനയിലത്തെ ലൈവ് പ്രോഗ്രാം നമ്മുടെ ആലപ്പുഴയിലത്തെ IMSലെ പ്രശാന്ത് അച്ഛൻ്റെ കുർബാന ഇന്ന് വൈകുന്നേരം കൂടെ ഈ ചാനലിൻ്റെ കൂടെയാണ് അർപ്പിക്കാനായിട്ട് സാധിച്ചത്. ആ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുക. ഈ ഷെക്കൈന ടീമിന് മുഴുവൻ ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്, സന്തോഷിനെ ഓർക്കുകയാണ്. സന്തോഷ് കർമ്മത്ര ഞങ്ങളുടെ ജീസസ് യൂത്തിലൊക്കെ ഞങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുണ്ട് പല തവണ. അവരെല്ലാം ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ പതിയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ 50-ാമത്തെ വയസ്സ്, അമ്മയുടെ 40-ാമത്തെ വയസ്സ്. അത് കഴിഞ്ഞ് 7-ാം ക്ലാസ് മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 7-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ വെറും 11 വയസ്സ് പ്രായം. ആ സമയത്ത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടു. 1971 ഡിസംബറിലാണ് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. വീണ്ടും ഈ 2020 ഡിസംബറിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ആ നല്ല വഴികളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അമ്മ നഷ്ടപ്പെട്ട് ഞാൻ അന്ന് വരെ പാട്ടിരാക്കൽ അടുത്തുള്ള പൂങ്കുന്നം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന എന്നെ 8-ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ ഹോളി ഫാമിലി കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ചേർത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതുവരെ മലയാളം മീഡിയത്തിൽ മലയാളം എന്ന വിഷയം എന്ന ഭാഷ എടുത്ത് പഠിച്ച എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ സംസ്കൃതം എന്ന ഭാഷ പഠിക്കാൻ പറഞ്ഞു. ഒരു ക്ലാസ്സിലും ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. ഒരു ടീച്ചർ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈസ് വാസ് ആൻഡ് വേറൊക്കെ മനസ്സിലാവും, മറ്റൊന്നും മനസ്സിലാകുന്നില്ല. ഈ തികച്ചും നേരത്തെ പറഞ്ഞ പോലത്തെ നിരാശാജനകമായ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ഉച്ചയാകുമ്പോൾ എവിടെയോ പോകുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കായി പോണേ? അവർ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോവുക. ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോവേ? നട്ടുച്ച നേരത്താണ്. ഞാനും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും, ഈ നട്ടുച്ച നേരത്തെ പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ അവരെന്നെ ഞങ്ങളുടെ സ്കൂളിലത്തെ തന്നെ ചാപ്പലിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ക്രൂശിത രൂപമാണ്. ജീവിതത്തിൽ അന്ന് വരെ ക്രൂശിത രൂപം ഞാൻ കണ്ടിട്ടില്ല. ക്രൂശിത രൂപം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. ഞാൻ ആ സങ്കടത്തോടു കൂടി തന്നെ ഈശോയെ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഞങ്ങളുടെ സ്കൂളിൽ അന്നത്തെ എന്നെ പഠിപ്പിച്ച ചില അധ്യാപകർക്കൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാവും, ആ ക്രൂശിത രൂപം വളരെ അടുത്ത് നമുക്ക് തൊടാവുന്ന രീതിയിലാണ് വെച്ചിരുന്നത്. ഞാൻ ചെന്ന് ആ ക്രൂശിത രൂപത്തിലൊന്ന് തൊട്ട് നോക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ സങ്കടത്തോടെ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്? എനിക്കറിയില്ല ഈശോയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന്.
എനിക്ക് വളരെ സങ്കടത്തോടെ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയ്ക്ക് എന്താ സംഭവിച്ചത്? അന്ന് തുടങ്ങിയതാണിത് പ്രിയമുള്ളവരെ, ആ കുരിശിനോടുള്ള സ്നേഹം. ഇന്നും കുരിശിനോടുള്ള സ്നേഹം തുടരുന്നു. പക്ഷെ അത് കുരിശിൽ അവസാനിക്കുന്നില്ല, മറിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് എന്നെ പടിപടിയായി നടത്തുകയായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിലെത്തി, കോളേജിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചിന്തകളൊക്കെ പതറിപ്പോയി തുടങ്ങി. എനിക്ക് മറ്റ് പല പ്രസ്ഥാനങ്ങളോടുമൊക്കെയായി ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ. അതിൻ്റെയൊക്കെ പിന്നാലെ കുറേ കറങ്ങിത്തിരിഞ്ഞു. അവിടെയും സമാധാനവും സന്തോഷവും ഒന്നും പൂർണ്ണമായിട്ട് ആർക്കും വാഗ്ദാനം ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ 2 വർഷം BCom ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ 2 വർഷവും പരീക്ഷ എഴുതാൻ പറ്റാത്ത എനിക്ക് മനസ്സിലായി മുന്നോട്ടധികം ഭാവിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വേറെ കോളേജിൽ പോയിട്ട് വേറെ വിഷയം എടുത്ത് പഠിച്ച ചിലപ്പോൾ നന്നാവും. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇഷ്ടമുള്ള വിഷയം പഠിച്ചോളാൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ ഏറെ സ്നേഹത്തോടെ പറയട്ടെ, അച്ഛനാണ് എന്നെ ക്രിസ്തുവിൽ വളർത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. എൻ്റെ ചേച്ചിമാർ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. ഞാനതിൽ ഏറ്റവും ഇളയതാണ്. ഞങ്ങളൊക്കെ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ നന്നായി പഠിക്കും. ഒരാൾ റാങ്ക് ഹോൾഡറാണ്, ഒരാൾ MBBS സ്കോളർഷിപ്പിൽ പഠിച്ച ആളാണ്, വേറൊരാൾ അമ്മ മരിച്ച വർഷം പരീക്ഷ എഴുതി ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആളൊക്കെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒട്ടും സ്നേഹിക്കബിൾ അല്ലല്ലോ, പിന്നെ അച്ഛൻ എന്തിനാ എന്നെ സ്നേഹിക്കുന്നത്? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാൽ എനിക്ക് സന്തോഷമാണ്, റാങ്ക് വാങ്ങിച്ചാൽ അതിലും സന്തോഷമാണ്. പക്ഷേ നീ തോൽക്കുമ്പോഴും നീ എൻ്റെ മകളാ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൽ ഈശോ നമ്മളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്. നമുക്ക് എല്ലാവർക്കും ജയിക്കുന്ന ആൾക്കാരെ വേണം. നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് വാങ്ങിക്കുന്നവരെ ഇഷ്ടമാണ്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്കേ ഫസ്റ്റ് ആകാൻ പറ്റുള്ളൂ, ഒരു കുട്ടിക്കേ സെക്കൻഡ് ആകാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ഫസ്റ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമോ? ഈ ഒരു കാഴ്ചപ്പാടാണ് എന്നെ ഈശോയിൽ വളർത്തിയിട്ടുള്ളത്. എൻ്റെ അച്ഛനിലൂടെയാണ് എനിക്ക് ഈ കാഴ്ചപ്പാട് ഈശോ തന്നത്. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന്, വിമല കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ നിന്ന് മാറി പിന്നീട് ഞാൻ സേലത്ത് പോയിട്ട് അവിടെ കോളേജിൽ പഠിക്കാൻ തുടങ്ങി. അവിടെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏറെ പ്രിയപ്പെട്ട എൻ്റെ അച്ഛനെയും എനിക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ ഓർക്കുക, ജീവിതത്തിൻ്റെ മുമ്പിൽ ജീവിതം ഒരു വലിയ പ്രഹേളിക, ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അച്ഛനില്ല, അമ്മയില്ല, സ്വത്തില്ല, സമ്പത്തില്ല. ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിലൊരു ശൂന്യത. ഈ ശൂന്യത ആര് മാറ്റിത്തരും? ഈ ശൂന്യതയിൽ നിന്ന് എന്നാരെ മോചിപ്പിക്കും? എനിക്കൊരു പുതിയ ജീവിതം വേണമായിരുന്നു. അങ്ങനെ തേടി ഞാൻ ഇവിടെ നിന്ന് കാനഡയിലേക്ക് പോയി. എൻ്റെ 2 ചേച്ചിമാരും കാനഡയിലാണ്. കാനഡയിൽ പോയി 4 മാസം ഞാൻ അവിടെ താമസിച്ചു. ചെറിയ ജോലികളൊക്കെ ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ എൻ്റെ ശൂന്യത എന്നെ വിട്ടുമാറിയില്ല. ഞാൻ ഉടനെ തീരുമാനിച്ചു, തിരിച്ച് നാട്ടിലേക്ക് പോരാം. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ കാര്യമായ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യാ ചിന്ത വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചു, ഇനി ജീവിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, ആത്മഹത്യ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഉത്തിരിപ്പ് കടമൊന്നും എനിക്കറിയില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ആത്മഹത്യ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്കൊരു ചെറിയ ജോലി വേണം. വലിയ ജോലിയൊന്നും വേണ്ട, ഒരു ചെറിയ ജോലി. ആ ചെറിയ ജോലിയിൽ ഇത്രേ ഉള്ളൂ, 1 മാസത്തെ ശമ്പളം കിട്ടണം. ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ജീവിതം അവസാനിപ്പിക്കണം. സ്നേഹമുള്ളവർ, ഇന്ന് ആത്മഹത്യാ ചിന്ത 1-ാം ക്ലാസ്സിലെ കുട്ടി മുതൽ 90 വയസ്സുള്ള ആളുകൾക്ക് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു വല്ലാത്ത ചിന്തയാകട്ടോ. നിങ്ങൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ്. ആരെങ്കിലും നിങ്ങളോട് എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് ലൈറ്റായിട്ട് എടുക്കല്ലേ. ആ വ്യക്തി നിങ്ങളോടൊരു സഹായം ആവശ്യപ്പെടുകയായിരിക്കാം. നിങ്ങളുടെ ഒരു ചിരി മതി, നിങ്ങളുടെ ഒരു പുറത്തെ ഒരു തട്ടൽ മതി, നിങ്ങളുടെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മതി, ഒരു നോട്ടം മതി ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ മേഖല നമ്മൾ പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയും പറ്റാവുന്നതൊക്കെ ചെയ്യേണ്ട ഒരു മേഖലയുമാണെന്ന് കുറച്ചെങ്കിലുമൊക്കെ അനുഭവം ആ മേഖലയിലുള്ള എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ ആത്മഹത്യാ പ്രവണതയോട് കൂടി തന്നെ ഞാൻ എറണാകുളം വിമലാലയം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ പോയി സെക്രട്ടേറിയൽ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു.
അല്ലേ? ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയാം പ്ലാനും പദ്ധതിയും എന്നാ. പ്ലാനും പദ്ധതിയും ഇല്ല കേട്ടോ. മലയാളത്തിൽ പദ്ധതിയും ഇംഗ്ലീഷിൽ പ്ലാനും മാത്രമാണത്. അപ്പോൾ ജെറമയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29 അധ്യായം 11 വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനുമുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് കുറേശ്ശെ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ വിമലാലയം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മേരിക്കുട്ടി ജോസഫ് എന്ന് പറയുന്ന സിസ്റ്റർ, ഒരു 4 കുട്ടികളും ഈ സിസ്റ്റർ മാത്രമായിട്ടിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ, വത്സ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെയുള്ള എല്ലാവരും ഒത്തിരി പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ, ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് കാരുണ്യം എന്നാണ്. ആ കാരുണ്യം ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും എന്നെ സ്നേഹത്തോടെയാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രിയമുള്ളവരെ. അപ്പോൾ അത്രയും കൊച്ചു ഗ്രൂപ്പിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്നിക്ക് എനിക്ക് അത്ഭുതമായത്, അവിടെ എല്ലാവരും നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞാൻ അന്ന് വരെ കിട്ടണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. തരണേ തരണേ തരണേ, അത് തരണേ, ഇത് തരണേ, വലിയൊരു ലിസ്റ്റുമായിട്ടാണ് പോകുന്നത് ഓരോ ദിവസം പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് മനുഷ്യർ നന്ദി പറയുന്നു, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. അവർ തമ്മിൽ കാണുമ്പോൾ നല്ല സന്തോഷം, നല്ല സ്നേഹം, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ആ ഗ്രൂപ്പിലൊരു അംഗമായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ ഈ ആത്മഹത്യ ചിന്തയൊക്കെ മാറിപ്പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം 1981 എറണാകുളം സെൻറ് തെരേസസ് കോളേജ് വെച്ച് നടത്തിയ ഒരു ധ്യാനം, അന്നത്തെ ധ്യാനം ഇന്നത്തെ ധ്യാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. സ്ഥാപനങ്ങളിൽ ധ്യാനിപ്പിക്കുമ്പോൾ അന്ന് ചെയ്തിരുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്: ആദ്യത്തെ 3 ദിവസം ഒക്ടോബറിൽ നടത്തിയാൽ പിന്നീട് 2 മാസം ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ 2 മാസത്തിന് നമുക്ക് ഒരുങ്ങാനുള്ള സമയമുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ധ്യാനത്തിനായിട്ട് ഞാൻ പോകുകയാണ്. ഈ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പേ തന്നെ 1980 മറ്റൊരു അത്ഭുതം കൂടി കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അതിങ്ങനെയാണ്: എൻ്റെ നേരെ മൂത്ത ചേച്ചി ശോഭ എന്നാണ് ചേച്ചിയുടെ പേര്, സീത എന്നാണ് ശരിക്കുള്ള പേര്, വീട്ടിൽ ശോഭ എന്ന് വിളിക്കുന്നു. ഈ ശോഭ ചേച്ചി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിസേറിയൻ ഓപ്പറേഷന് വിധേയമുണ്ടായി. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെയും കിട്ടില്ല, അമ്മയും കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ അതിന് മൂത്ത ചേച്ചി നിമ്മ ചേച്ചി എനിക്ക് കത്തെഴുതി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ പ്രാർത്ഥിക്കണം. ഞാൻ നേരെ ആ കത്തും കൊണ്ട് വിമലാലയത്തിലെ സക്രാരിയുടെ അടുത്ത് ചെന്നിട്ട് ഈ ലെറ്റർ അവിടെ വെച്ചിട്ട് ഈ ടേബിളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ ചേച്ചിയെ സ്പർശിക്കണമേ, ഞാൻ ഏതായാലും മരിക്കാൻ നടക്കുക. അപ്പോൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് ചെയ്ത് തരണം. ചേച്ചിയുടെ പേര് മാറ്റിയിട്ട് എൻ്റെ പേര് മരിക്കണ ലിസ്റ്റിൽ എഴുതുക, ജീവിക്കുന്ന ആളുടെ പേരിൽ ലിസ്റ്റിൽ എൻ്റെ ചേച്ചിയുടെ പേര് എഴുതുക. ഇങ്ങനെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരണമെന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേച്ചി രക്ഷപ്പെട്ടു. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ തട്ടിപ്പോകുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അടുത്ത ദിവസം മുതൽ എന്ന് വേണമെങ്കിലും ഞാൻ തട്ടിപ്പോകും. അങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ എന്നാ മരിക്കുക. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ചരമക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല കേട്ടോ. ഈശോ എന്നെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ചേച്ചിയെയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ചേച്ചിയുടെ മകൾക്കൊരു കുഞ്ഞുണ്ടായി, ആ കുട്ടി 6ാം ക്ലാസ്സിലായി. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ചെറുതായിരിക്കാം, വലുതായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, വേറെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം, ഈ പ്രശ്നം എത്ര വലുതാണെങ്കിലും സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ: കുരിശ് മാത്രം. യുവർ സൊല്യൂഷൻ ക്യാൻ കം ഓൺലി ത്രൂ ദ ക്രോസ്. കുരിശിലൂടെ. നമുക്കാർക്കും കുരിശിൽ ഈശോ സഹിച്ച അത്ര വേദനയൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല, അത്ര ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വേദനകൾ എന്തുമാകട്ടെ, ആ വേദനകളെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈശോയ്ക്കായിട്ട് കൊടുക്കാം. ഞാൻ തിരിച്ചു വരികയാണ്. അങ്ങനെ ഞാൻ ഈ ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് 1981 ഒക്ടോബറിൽ എറണാകുളം സെൻറ് തെരേസസ് കോളേജിൽ വെച്ച് നടത്തിയ കുട്ടികൾക്ക്, ആ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ധ്യാനത്തിൽ ഞാൻ സംബന്ധിക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു ഇംഗ്ലീഷ് ധ്യാനമായിരുന്നു. ഫാദർ റിബല്ലോ SJ എന്ന് പറയുന്ന ഒരു ജസ്വിറ്റ് വൈദികനും ബ്രദർ ഫ്രിറ്റ്സ് മസ്കറീനസ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഫുൾ ടൈം സുവിശേഷ പ്രഘോഷകനും ഇവാഞ്ചലിസ്റ്റായ ബ്രദർ ഫ്രിറ്റ്സും കൂടി നടത്തിയ റിട്രീറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പാട്ടുകൾ, ഇപ്പോൾ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ നല്ല നല്ല പാട്ടുകൾ, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെയൊക്കെ പോയി. ആദ്യത്തെ 3 ദിവസം ഈശോയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ
ഞാൻ അത് കഴിഞ്ഞ് ആരോ ചെന്ന് ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു, ആർ യു ഗെറ്റിംഗ് ബാപ്റ്റൈസ്ഡ്? ഞാൻ പറഞ്ഞു, ഐ ജസ്റ്റ് ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ മ്യൂസിക്. അങ്ങനെ ഞാൻ ആ മ്യൂസിക്കിലോട്ടാണ് പതുക്കെ കയറി വന്നത്. അത് കഴിഞ്ഞ് ഈശോയിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഈശോയോട് പിന്നെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു തുടങ്ങി. ഈശോയെ, എനിക്ക് ഈശോയെ പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഈശോ ഒരു കാര്യം ചെയ്യണം, എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. എന്താണ് ഈശോയുടെ പ്രത്യേകതകൾ, ഈശോ ആരാണ്, എനിക്ക് എന്താണെന്ന് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഞാനൊരു ദർശനം കാണുകയാണ്. നിങ്ങൾ പേടിക്കേണ്ട, ഈ ദർശനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാകാവുന്ന കാര്യമായത്. ഇത് വലിയ കൊമ്പത്തുള്ള ആൾക്കാർക്ക് മാത്രമൊന്നുമില്ല, സാധാരണ ജനങ്ങൾക്ക് ഈശോ തരുമത്. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോളൂ. ഞാൻ കാണുന്നത് എങ്ങനെയാണ്, എൻ്റെ ഈശോ ഒരു കഴുതപ്പുറത്ത് വരുന്നതായിട്ടാണ് കർത്താവ് കാണിച്ചു തന്നത്. അപ്പം എനിക്ക് അത്ഭുതമായി. കാരണം ഞാനൊരിക്കലും കഴുതപ്പുറത്തൊരു ദൈവം വരുന്ന കേട്ടിട്ടില്ല. പക്ഷെ കഴുതപ്പുറത്ത് ഈശോ വരിക മാത്രമല്ല, എൻ്റെ അന്തരംഗത്തിലൂടെ, നേരത്തെ ശശി നമ്മളോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അന്തരംഗത്തിലാണ് നമ്മുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഉള്ളിലുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. പുറത്ത് മാത്രമുള്ള ഒരു ദൈവമല്ല, അകത്തുള്ളൊരു ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിലുള്ളൊരു ദൈവം. ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണിച്ചത് എങ്ങനെയാണ്, ഈശോ കഴുതപ്പുറത്ത് വരുന്നതായിട്ട്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു ഈശോയ്ക്ക് വല്ല ഡിനോസറിൻ്റെ ഒക്കെ മുകളിൽ വരായിരുന്നില്ലേ, ശബ്ദമൊക്കെ ഉണ്ടാക്കി ലോസ്റ്റ് വേൾഡിലൊക്കെ വരുന്ന പോലെ. പക്ഷെ അങ്ങനെയൊന്നല്ല ഈശോ വന്നത്. ഈശോ വന്നത് കഴുതപ്പുറത്താണ്. അപ്പോൾ എന്നിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ കഴുതപ്പുറത്ത് വന്നവനാണ്, ആ കഴുത നീയാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. സ്നേഹമുള്ളവരെ, 7ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാനിത് പലതവണ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ടീച്ചർ തമാശയ്ക്ക് എന്തോ പറഞ്ഞു നിങ്ങൾ കഴുതകളാണ്. ഉടനെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ടീച്ചർ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ഹേമലത ടീച്ചറെ കർത്താവ് കഴുതയെന്ന് വിളിച്ചിട്ടുണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കഴുതകളാണെന്നോ, നിങ്ങൾ നന്നാവാത്തവരാണെന്നോ, നിങ്ങൾ ഗുണം പിടിക്കാത്തവരാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, നിങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കാനാണ് ഈ മുഴുക്കഴുത ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ അംഗീകൃതരാണ്, നിങ്ങൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കാരണം ഈശോ മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഈ ഒരു സദ്വാർത്തയാണ് ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹം വന്നു. അതിനെ തുടർന്ന് ഇതിനകത്ത് 2 മാസത്തെ ഒരു ഗ്യാപ്പ്. അതിനുശേഷം 1981 ഡിസംബർ 6-7 ദിവസങ്ങളിൽ വീണ്ടും ധ്യാനം വന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ധ്യാനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്ന ഇതാണ്, ഞങ്ങളോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമെന്ന്. ഈ വ്യക്തി എനിക്ക് തീരെ പരിചയമില്ല. ബാക്കിയുള്ളൊക്കെ കുറച്ചെങ്കിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈശോ എന്നൊക്കെ പിന്നെയും കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് യാതൊരു തരത്തിലും പരിചയമില്ലാത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരിക? അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഇവിടെ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് വരണേ, അവിടെ നിന്ന് വരുമോ ഇവിടെ നിന്ന് വരുമോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട ആളല്ല, ഇങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുകയാണ്, ഒരു ബ്ലാക്ക് അയേൺ ബോൾ, ഒരു നല്ല ഇരുമ്പിൻ്റെ ഒരു പന്ത് എൻ്റെ നേരെ വരുന്നു. അത് വന്ന് ഇടിച്ചത് എൻ്റെ ഇടത്ത് ചെവിയുടെ താഴെയാണ്. അതോടുകൂടി എനിക്ക് ബോധം നഷ്ടപ്പെടുന്ന പോലെയൊക്കെ തോന്നി. ആകെ ഒരു ശക്തിയൊക്കെ ചോർന്നു പോയ പോലെ തോന്നി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് എഴുതി കാണിക്കുകയാണ്, ഇമ്മീഡിയറ്റ്ലി പ്രേ ടു മദർ മേരി, ഉടൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഈശോ എൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കടന്നു വന്നത്. കർത്താവിൻ്റെ ഓരോ സാന്നിധ്യം ഈശോ എനിക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈശോ ഇതിന് മുമ്പ് തന്നെ മനസ്സിലാക്കി തന്ന മറ്റൊരു കാര്യമായിരുന്നു, ഞാൻ ഈശോയുടെ എന്താണ് ഈശോയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ഈശോ മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്. ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ 24 മണിക്കൂറും 365 ദിവസവും പരിശുദ്ധ കുർബാനയിൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. അപ്പോൾ എനിക്ക് ഈ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എവിടെയായിരിക്കണേ, പള്ളിയിൽ എന്താണ് ഈ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ പള്ളിക്കകത്ത് കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്, ഇതിനകത്ത് ഈ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്താണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? പ്രിയമുള്ളവർ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സ്റ്റുഡൻറ്റ് ആൻ മരിയ എനിക്ക് ഇൻസിനോ ജീസു എന്ന ബുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് എത്രയോ മുന്നേ ഇത് മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ ദിവ്യ സാന്നിധ്യം, ഈ സക്രാരിയുള്ളൊരു ഈശോയുടെ സാന്നിധ്യം ഇത്ര മനോഹരമായിട്ടാണ് ഈശോ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഇന്ന് ഈശോ ജീവിച്ചിരിക്കുന്നത് സക്രാരിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞ് തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമ്മൾ ധ്യാനങ്ങളിലേക്ക്, നമ്മൾ ആരാധനയിലേക്കാണ് പോകുക. ആരാധനയിലുള്ള ഈശോയുടെ ആ ഒരു സാന്നിധ്യമുണ്ടല്ലോ, കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം ഉണ്ടല്ലോ, അത് അനുഭവിക്കാൻ പറ്റുന്ന ഞാനും നിങ്ങളും എന്തുമാത്രം ബ്ലെസ്സഡ് ആണ്, എന്തുമാത്രം വിളിക്കപ്പെട്ടവരാണ്,
എന്തുമാത്രം അനുഗ്രഹീതരാണെന്ന് നിങ്ങൾക്കൊന്ന് തിരിച്ചറിയണമെന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ധാരാളം പേര് ഈശോയുടെ തിരുഹൃദയത്തിലുള്ള സാന്നിധ്യം, ഈശോയുടെ തിരുസക്രാരിയിലുള്ള സാന്നിധ്യം, ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമ്മൾ പിന്നെ വേറെ ഒന്നിൻ്റെയും പിന്നാലെ പോവില്ല, പിന്നെ വേറെ ആരുടെയും പിന്നാലെ പോവില്ല. ശരിയായ ബന്ധങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ടല്ലേ തെറ്റായ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഏറ്റവും നല്ല ബന്ധം ഈശോയുമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് ഈശോയുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ ധ്യാനത്തിൽ ഈ ഒരു സംഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ പറയുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട്. ഉടനെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ മുൻപിൽ വന്നിരുന്ന ഇടിയൊക്കെ ഇവിടുത്തെ ഈ ബോൾ വന്ന് തട്ടിയതിൻ്റെ വേദനയൊക്കെ പോയി. ഉടനെ എനിക്ക് ഈശോയെ കാണാനായിട്ട് അടുത്ത് സാധിച്ചത് ഉദ്ധിതനായ ക്രിസ്തു നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ചുമന്ന മേലങ്കിയൊക്കെ പൊതച്ച് എൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. സ്നേഹമുള്ളവർ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അനുഭൂതിയല്ല. വർഷം 38 കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഒന്നും വന്ന ആളല്ല. വർഷങ്ങൾ 38. കേരള കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കടന്നു വന്ന ആദ്യത്തെ ഫ്രൂട്ട്സിലൊരാളാണ് ഞാൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈശോയെ ഇതുപോലെ പ്രഘോഷിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാണ്. കർത്താവ് മാത്രമാണ് അതിന് അധികാരം തന്നിട്ടുള്ള ആളാണ്. ഈശോ മാത്രമാണ്, ഈശോയുടെ സ്നേഹമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് ഈ സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈശോയോട് പരിശുദ്ധാത്മാവ് കടന്നു വരണേന്ന്. പരിശുദ്ധാത്മാവിനെ എനിക്ക് പരിചയമില്ലല്ലോ. കുറേ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോട് പറഞ്ഞിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിച്ച് വരുന്ന പോലെ പരിശുദ്ധാത്മാവ് വരുന്ന. അപ്പം ഞാൻ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ ജഗ്ഗിലായിരുന്നു. എന്ത് ജഗ്ഗിൽ നിന്നായിരിക്കും വരികയെന്ന്. ആ സമയത്താണ് പിന്നീട് ഞാൻ കാണുന്നത് എൻ്റെ തൊട്ടടുത്ത് ഉദ്ധിതനായ ക്രിസ്തു വന്നു നിന്ന് ഒരു സ്റ്റീൽ ജഗ്ഗിൽ നിന്ന് പാലൊഴിച്ച് തല മുതൽ കാല് വരെ എന്നെ അഭിഷേകം ചെയ്യായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിമിഷത്തെ ഒരു സന്തോഷം വാക്കുകളൊന്നും പോരാ അത് പറയാനായിട്ട്. അത് ഈശോയുടെ കൃപയുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് മനസ്സിലാവും. നിങ്ങളെ ആരോ ആയിക്കോട്ടെ, നിങ്ങളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഇത് കേൾക്കുകയാണെങ്കിലും ഈശോയുടെ സ്നേഹം ഈ നിമിഷം നിങ്ങളെ സ്പർശിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക, സ്പർശിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ആ ഒരു പൊരി വീണാൽ മതി നമ്മുടെയൊക്കെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ മാറാൻ, പാപങ്ങൾ മാറാൻ, വേദനകൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ ഈശോയ്ക്ക് സാധിക്കും എന്നെനിക്ക് അനുഭവമുണ്ട്. അങ്ങനെ ഞാൻ അതിലൂടെ കടന്നുപോയി. ഉടനെ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം തന്നെ മാമോദിസ വേണം. ഞാൻ ഓടിച്ചെന്നിട്ട് ഞങ്ങളുടെ ധ്യാന ഗുരുവിനോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഇപ്പോൾ മാമോദിസ വെക്കണം. അച്ഛൻ പറഞ്ഞു, അതിപ്പോൾ പറ്റത്തില്ല, കത്തോലിക്ക സഭ അങ്ങനെ സമ്മതിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, യു ഹാവ് ടു വെയിറ്റ്. ഈ വെയിറ്റിംഗ് നമ്മുടെ പരിപാടിയിലില്ല. എനിക്കെല്ലാം നിങ്ങളെപ്പോലെ തന്നെയാണ്, എൻ്റെ കുട്ടികളെപ്പോലെ തന്നെ. ഞാൻ ഇപ്പോൾ ഒക്കെ നടക്കണം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് ഈശോ എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ കാത്തിരുന്നു. 1982 ഡിസംബർ 8-ാം തീയതിയാണ് എൻ്റെ മാമോദിസയായിരുന്നു. അന്ന് എനിക്ക് 22 വയസ്സ് പ്രായമുണ്ട്. സ്നേഹമുള്ളവരെ, അതിനു മുമ്പായിട്ട് ഈ തീരുമാനം ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം ഞാൻ എടുത്തത്. കാരണം ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി, ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ എൻ്റെ ജീവിതം ഞാൻ ഈശോയ്ക്ക് കൊടുത്തതാണ്. 1981 മുതൽ 80 മുതൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഇതുവരെയും ഈ 2020 വന്ന് നിൽക്കുമ്പോഴും ഞാൻ ഈശോയുടെ കൂടെ നടക്കുന്നെങ്കിൽ, ഈശോയുടെ കൂടെ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാരായത് നിങ്ങളിലിരിക്കുന്ന പലരുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ കൈപ്പിടിക്കലുകളാണ്. അനേകം പേര് അവരുടെ ഭവനങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അനേകം പേര് അവരുടെ ഹൃദയങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അവരോടെല്ലാം കൂടി ഒരു നന്ദി പറയാൻ കൂടിയാണ് ഇന്നേ നിമിഷം ഞാനിവിടെ നിൽക്കുക. നിങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ചെറിയ ഒരു കൊച്ചു പേന പോലും എനിക്ക് സഹായമായിട്ട് തന്നവർ മുതൽ വലിയ രീതിയിൽ എന്നെ സഹായിച്ച അനേകം പേരുടെ ഒരു വലിയ നിര എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളോടൊക്കെ നന്ദി പറയുകയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ലെറ്റ്സ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് വെറുതെ തമാശ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടശാങ്കടയുള്ള എൻ്റെ റാണി ചേച്ചി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരക്കുട്ടി 2-2.5 വയസ്സാകുന്നുള്ളൂ കൊച്ചിന്. അവളോട് ഞാൻ താങ്ക് യു പറഞ്ഞപ്പോൾ ഞാൻ വെൽക്കം പറഞ്ഞില്ല. ഉടനെ കൊച്ചു പറഞ്ഞു, ടീച്ചർ വെൽക്കം പറഞ്ഞില്ല എന്ന്. ഹേമാൻറ്റിനെ വിളിച്ചെന്നെ, ഹേമാൻറ്റി വെൽക്കം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കണ്ടോ, കൊച്ചു പിള്ളേരിൽ അതിലുണ്ട്. നമ്മൾ വലുതാവും തോറുമാണ് നമ്മൾ ഇതെല്ലാം മാറ്റി വെക്കുന്നത്. അങ്ങനെ ഞാൻ 1982 ഡിസംബർ 8-ാം തീയതി ഞാൻ മാമോദീസ, സ്ഥൈര്യലേപനം, ആദ്യ കുർബാന, ഈ 3 കൂദാശകൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉടനെ തന്നെ കർത്താവ് എനിക്ക് ഇതുപോലൊരു മൈക്കൊക്കെ തന്ന് ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഞാനിങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കേരളം മുഴുവൻ ഓടി നടന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുമെന്ന്.
പക്ഷെ വളരെ ബുദ്ധിമാനായ എൻ്റെ അച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛനല്ല, ഫാദർ ഫ്രാൻസിസ് കണ്ണിക്കൽ, അദ്ദേഹം നിര്യാതനായിട്ട് വർഷങ്ങളായി. 2006 അച്ഛൻ മരിച്ചുപോയി. അദ്ദേഹം ഒരു ജസ്വിറ്റ് വൈദികനായിരുന്നു. അച്ഛനിലൂടെ ഈശോ എന്നോട് പറഞ്ഞു, ഇപ്പം ഇത് ആരോടും പ്രഘോഷിക്കാൻ പോണ്ട, ബഹളം വയ്ക്കണ്ട, ഇപ്പം നമ്മളൊരു ചെറിയ വിത്ത് നട്ടിരിക്കുകയാണ്, അത് താഴേക്ക് പോകട്ടെ, അത് ആ മണ്ണിൽ നല്ലോണം കുതിരട്ടെ, അവിടെ കിടന്ന് അത് വളർന്ന് കുറേ കാറ്റും പിഷറും എല്ലാം, കൊടുങ്കാറ്റും തണുപ്പും മഞ്ഞും ചൂടും എല്ലാം കഴിഞ്ഞ് അത് പുറത്തേക്ക് വരും വർഷങ്ങൾക്ക് ശേഷം. പിന്നെ അതൊരു ചെടിയാവും, പിന്നെ അതൊരു മരമാകും, പിന്നീട് അതിൽ നിന്ന് ഫലങ്ങൾ വരും. സ്നേഹമുള്ളവരെ, ഫലങ്ങൾ വരുന്ന നിമിഷമാണ് ഈ 2020, 60 വയസ്സിന് ശേഷം. ഇത്രയും കാലം ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ജീവിക്കുകയായിരുന്നു. 1982 മാമോദീസ കഴിഞ്ഞ് വന്ന നിമിഷങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ഈശോ എന്നെ വിട്ടത് പഠിക്കാനായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാണ് വിട്ടത്. ഞാൻ മാമോദീസ സ്വീകരിച്ച സെൻറ് തെരേസസ് കോളേജിലെ അതേ സാഹചര്യത്തിൽ, അതേ കോളേജിൽ, അതേ ചാപ്പലിൽ 3 വർഷം തുടർച്ചയായിട്ട് എനിക്ക് മാമോദീസ സ്വീകരിക്കാനായിട്ട് 3 വർഷം എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 1990-91 ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തു. BEd ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ BEd കഴിയുമ്പോൾ അവസാനം എന്നോട് പലരും ചോദിച്ചു, ഇനി എന്ത്? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇനി വേണമെങ്കിൽ 1 വർഷം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഷെക്കേന TV-യിലൂടെ കാണുന്ന കുർബാന കാരിസ് ഭവനിലും താബോറിലുള്ള CMC സിസ്റ്റേഴ്സിൻ്റെ സിൽവിയാമ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന താബോർ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിലൂടെ 1 വർഷം ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇന്നും വളരെ സ്നേഹത്തോടെ ഓർക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളാണ് ആ കാലഘട്ടങ്ങൾ. അതെല്ലാം ആ സമയത്തും ഒത്തിരി സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരെല്ലാം തന്നെ എൻ്റെ കൂടെയുണ്ട്. ഒത്തിരി നന്ദിയോടെ ആ നിമിഷങ്ങൾ ഓർക്കുന്നു. അതിനുശേഷം 1989-90 ഞാൻ ഒറ്റയ്ക്ക് 1 വർഷം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചത്. അതിൻ്റെ അവസാനത്തിലാണ് തൃശ്ശൂർ CMC പ്രൊവിൻഷ്യലായിരുന്ന ദിവംഗതയായ ക്ലിയോപാട്ര അമ്മ എനിക്കൊരു ജോലി ഓഫർ ചെയ്തത്. അങ്ങനെ എനിക്ക് 1991 ഞാൻ ജോലിയിൽ കയറി. 93 എനിക്ക് പെർമനൻ്റ് ആകുന്നത് എൻ്റെ ജോലി പെർമനൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ ക്ലാസ് റൂമിൽ എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നി, ക്രിസ്തുവിനെ എൻ്റെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. എങ്ങനെ പരിചയപ്പെടുത്തും? അതിന് കണ്ടെത്തിയ ഏറ്റവും എളുപ്പമുള്ള മാർഗമായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചു തന്ന കുരിശ് വര. ഇന്നും എൻ്റെ ജീവിതത്തിൽ കുരിശ് വര നിർബാധം തുടരുന്നു. ഞാൻ മറ്റുള്ളവർക്ക് കുരിശ് വരയ്ക്കും. ആദ്യകാലത്ത് ഞാൻ മറ്റുള്ളവർക്ക് മാത്രമാണ് വരച്ചിരുന്നത്. പിന്നീട് സിസ്റ്റർ ഫിലമിൻ CMC എന്ന് പറയുന്ന പാലാ പ്രോവിൻസിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഹേമ അങ്ങോട്ട് കുരിശ് വരയ്ക്കുമ്പോൾ ദൈവം ഹേമയാണ് അനുഗ്രഹിക്കുന്നത്, തിരിച്ചനുഗ്രഹിക്കണമെങ്കിൽ അവരിങ്ങോട്ടും വരയ്ക്കണം. അങ്ങനെയാണ് ഒരു പരസ്പരം കുരിശ് വര എന്ന മിനിസ്ട്രി അല്ലെങ്കിൽ എന്ന ശുശ്രൂഷ ഞങ്ങൾ ആരംഭിച്ചത്. ആ ശുശ്രൂഷ ഇന്നും തുടരുന്നുണ്ട്. പരസ്പരം കുരിശ് വരച്ചുകൊണ്ട് സ്നേഹത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ അനേകർക്കത് ഇടയായിട്ടുണ്ട്. അങ്ങനെ 93 ആദ്യത്തെ ബാച്ച് കുട്ടികളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവർക്ക് ആദ്യം കുരിശ് വര പഠിപ്പിച്ചു. ആ 1 വർഷം പൂർണ്ണമായിട്ടും ഈശോയുടെ കൂടെ നിന്ന് ഞാൻ പഠിപ്പിച്ചു. അവസാനം അവരെന്നോട് പറഞ്ഞു, ടീച്ചറെ, സ്നേഹവും സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ള സ്ഥലമല്ലേ സ്വർഗം? ഞാൻ പറഞ്ഞു, അതേ മക്കളെ, അതാണ് സ്വർഗം. എങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ഒരു സ്വർഗമല്ലേ? നമുക്കതിനൊരു സ്വർഗം എന്ന് പേര് കൊടുത്താലോ? ഞാൻ പറഞ്ഞു, ഒറിജിനൽ സ്വർഗം അവിടെ ഉള്ളപ്പോൾ നമുക്ക് ആ പേര് വേണ്ട, നമുക്ക് കൊച്ചു സ്വർഗം എന്നൊരു പേര് കൊടുത്താലോ? അങ്ങനെ കൊച്ചു സ്വർഗം ഉണ്ടായി. 10 ബാച്ച് കണ്ടശാങ്കടവുള്ള സേക്രഡ് ഹാർട്ട് ഓഫ് മേരീസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10 വർഷം ആ ക്ലാസ്സിന് പേര് തന്നെ കൊച്ചു സ്വർഗം എന്നായിരുന്നു. ക്ലാസ്സിലാകാൻ കുറേ പേർ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നാണ് പലരും അങ്ങോട്ട് വന്നത് എന്ന് പിന്നീട് അവരെന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് 2003 ഞാൻ ഹൈസ്കൂളിലേക്കായിട്ട് പാവർട്ടി സ്കൂളിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ 13 വർഷം ഹൈസ്കൂൾ അധ്യാപികയായിട്ട്, ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ഹെഡ് മിസ്ട്രസ്മാരിലൂടെ, എൻ്റെ സഹ അധ്യാപകരിലൂടെ, എൻ്റെ കുട്ടികളിലൂടെയൊക്കെ ഈശോ എന്നിലേക്ക് നിർബാധം ചൊരിഞ്ഞ ഒത്തിരിയേറെ നന്മകളുണ്ട്, കൃപകളുണ്ട്. അതെല്ലാം ഈ സമയം ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഓരോ വ്യക്തികളെയും ഓർക്കുന്നു. പറഞ്ഞാൽ തീരാത്ത അത്രയും വ്യക്തികളുണ്ട്. അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ ഈ നിമിഷം എൻ്റെ മനസ്സിലുണ്ട്. ഓരോ വ്യക്തികളും, ചെറിയ കുട്ടി മുതൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർക്കുകയാണ്. അതുപോലെ ഈ ദൈവാനുഭവം എന്നൊക്കെ പറയുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണുകൾ ഓരോ അനുഭവത്തെയും ദൈവാനുഭവമായി കാണാൻ വികസിച്ചാൽ നമുക്കതിൽ ദൈവാനുഭവമായിട്ട് പറ്റും. എൻ്റെ സുഹൃത്ത് സ്റ്റെല്ലയുടെ മകൻ അലൻ്റെ കണ്ണുകളിലൂടെ പൂവിനെയും തീയെയും വെള്ളത്തെയും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ്
അവൻ എന്നോട് പറഞ്ഞു, അമ്മു തീയ്. അപ്പോഴാണ് തീ ഇത്ര വലിയ സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. വെള്ളം, പൂവ്, തീയും വെള്ളവും പൂവൊക്കെ ഒരു അനുഭവമാണ്. അത് അത്രയ്ക്ക് നമ്മൾ അതിലേക്ക് വളരുമ്പോഴാണ്. ഇതുപോലെ ഓരോ അനുഭവത്തെയും, ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ അനുഭവങ്ങളെയും നമുക്കൊരു വലിയ അനുഭവമായിട്ട് മാറ്റാൻ സാധിക്കും, കർത്താവിൻ്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കുമെങ്കിൽ. അങ്ങനെ ഞാൻ 10 വർഷം കൊച്ചു സ്വർഗം കഴിഞ്ഞ് 2003 മുതൽ 2016 വരെ ഞാൻ പാവർട്ടിയിൽ പഠിപ്പിച്ചപ്പോൾ അവിടെ കൊച്ചു സ്വർഗം രണ്ടാമതൊരെണ്ണം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അവിടെ ഒരു പേരിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞ ഒരു പേരാണ് ഏഞ്ചൽസ് ഗാർഡൻ. അങ്ങനെ ആ ഏഞ്ചൽസ് ഗാർഡനിലും എനിക്ക് കുറേയധികം കാലം കുറേ മാലാഖമാരെ നോക്കിക്കാണാനായിട്ട് സാധിച്ചു. അവിടെ ഒരു കുട്ടി, ചിന്നു എന്ന് പറയുന്ന എൻ്റെ ഒരു കുട്ടി, ആ ചിന്നു വന്നിട്ട് എന്നെ പറഞ്ഞു, ടീച്ചറെ ഞങ്ങളൊക്കെ ഏഞ്ചൽസ് ആണെങ്കിൽ ടീച്ചർ ഒരു മദർ ഏഞ്ചൽ അല്ലേ? ഞാൻ മദർ ഏഞ്ചലാണെന്ന് എൻ്റെ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർ തന്നെ പറയാറുണ്ട്, അതിന് കാരണം ടീച്ചറുടെ കൂടെ ഈശോ ഉണ്ട്. എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടിക്കും ഈശോയെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഹേമലത ടീച്ചറിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, ഹേമലത ടീച്ചർ എന്തെങ്കിലും ആയതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത് കൊണ്ട്, ക്രിസ്തു ഇന്നും ആഗ്രഹിക്കുന്നു അനേകം പേരുടെ ഹൃദയത്തിലേക്ക് എന്നിലൂടെ, നിങ്ങളിലൂടെ, നമ്മളിലൂടെയൊക്കെ കടന്നു ചെല്ലാനായിട്ട്. നമുക്കൊരു ചാൻസ് കൊടുത്തൂടെ കർത്താവിന് ഈ ഒരു ക്രിസ്മസിൽ? നമ്മളിലൂടെ അനേകം പേരിലേക്ക് കർത്താവ് ഒന്ന് കടന്നു ചെല്ലാൻ. നമ്മളുടെ ജീവിതത്തിൽ കുറേ മാലാഖമാർ കടന്നു വന്നിട്ടില്ലേ? നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ മാലാഖയായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മാലാഖമാരുണ്ടോ? അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ വിളിക്കൂ, ആരെങ്കിലുമൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കൂ. ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലൊന്നുമല്ല, കാശ് എത്ര വലുതാന്നുള്ളതൊന്നുമല്ല, ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രധാനം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ജീസസ് ആണ്. ജീസസിനെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എവിടെയായിരുന്നാലും ആരായിരുന്നാലും ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഈശോയാകുന്ന ദാനത്തെ ഈ ക്രിസ്മസിന് മാത്രമല്ല, ഈ വരുന്ന ന്യൂ ഇയറിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം ക്രിസ്തുവിനെ മറ്റനേകം പേർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളോട് കൂടെ ആയിരിക്കട്ടെ. ഈശോ ഓരോ നിമിഷവും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്മസിന് വേണ്ടി. ഇനിയും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മോട് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഒത്തിരി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദിയാണ് തുടങ്ങിയത്, അവസാനിക്കുമ്പോൾ നന്ദി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷെക്കേന TV-യുടെ മൊത്തം ടീമും, ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ അവരുടെ സ്നേഹവും സന്തോഷമൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവർ ഓരോരുത്തരെ ഓർക്കുന്നു, എന്നെ ഇങ്ങോട്ട് വിളിച്ച ശശിയെ ഓർക്കുന്നു, ബാബുവിനെ ഓർക്കുന്നു, മൊത്തം ജീസനെ ഓർക്കുന്നു, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജീസനെ ഓർക്കുന്നു, ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരും സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ ഈ ഒരു വരുന്നൊരു ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുന്നതോടൊപ്പം സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ഒരു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പോകുന്നത് ധ്യാനത്തിൽ, നമ്മൾ ആരാധനയിലേക്കായിരിക്കും കടന്നു ചെല്ലുക. ആ സമയത്തിലൊക്കെ നമുക്കൊന്ന് ഓർക്കാം, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇമാനുവലായ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ക്രിസ്മസിന് കാണുന്നത്. ഇമാനുവലായ ദൈവത്തെയാണ് നമ്മൾ ഈശോയുടെ കൂടെ കാണുന്നത്. ഈ ഒരു ഈശോയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈശോയുടെ കൂടെ നമുക്കായിരിക്കാം. ഈ ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ, ഞങ്ങളൊരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ. പക്ഷേ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും എൻ്റെ അച്ഛനെ കുറിച്ച് തന്നെയാണ്. അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ അച്ഛനോട് നമ്മൾ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നൊരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കോളും. എന്ത് കാര്യം പറയുമ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നത്, എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കോളും. ഈശോ എന്ന് അച്ഛൻ പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ഇന്നത് മനസ്സിലാകുന്നു. എൻ്റെ അച്ഛനിലൂടെ, എൻ്റെ അമ്മയിലൂടെ, എൻ്റെ സഹോദരങ്ങളിലൂടെ, നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഈശോയാണ്. ആ ഈശോയ്ക്ക് നന്ദി പറയാൻ, ആ ഈശോയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കാനാണ് ഈ ഒരു കഴിഞ്ഞൊരു സമയത്ത് ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നപ്പോൾ ശ്രമിച്ചത്. സ്നേഹത്തോടെ കേട്ടിരുന്നവർ, പ്രാർത്ഥിച്ചിരുന്നവർ എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. നമുക്കൊരു നിമിഷം ശാന്തമാകാം, നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ ഒന്ന് ഒതുക്കാം. നമ്മൾ വലിയ കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ പങ്കുവച്ചത്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ധാരാളമായിട്ട് ഉണ്ട്. വിശ്വസിക്കാം. നമുക്ക് വിശ്വാസം കുറവുണ്ടെങ്കിൽ പേടിക്കേണ്ട, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എനിക്ക് വിശ്വാസം കുറവാണേ, എനിക്കൊന്ന് വിശ്വാസം തരണേ, വിശ്വാസം എന്ന ഗിഫ്റ്റ് തരണേ. ഈ ക്രിസ്മസിന് ചോദിക്കാം ഗിഫ്റ്റ് തരാൻ. എന്ത് ഗിഫ്റ്റാണ്? ഈ ലോകത്തിൻ്റെ കാറും മറ്റൊന്നും അദ്വൈതവും ഒന്നുമല്ല. എനിക്ക് വിശ്വാസം തരണേ, സ്നേഹം തരണേ, സമാധാനം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഈശോ വേഗം തരും. ഏറ്റവും സന്തോഷമാണ് ഈശോയ്ക്ക് ആ ഗിഫ്റ്റൊക്കെ തരാൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ എല്ലാ നല്ല ഫലങ്ങളും നമ്മളിലേക്ക് ഉണ്ടാവാൻ, സ്നേഹം, സമാധാനം, സന്തോഷം, ദയ, നന്മ, വിശ്വസ്തത, കരുണ, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകാനായിട്ട് ഈ ഒരു ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. അടുത്ത് വരുന്ന പുതുവർഷത്തിൻ്റെയും ക്രിസ്മസിനെയൊക്കെ നമുക്ക് നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ
കർത്താവിനെ കൂടെ ആയിരിക്കാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈശോ ധാരാളമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ഓർത്തിരിക്കാം. കർത്താവിന് തന്നെ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശാന്തതയോടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ബലവാനാണെങ്കിലും നീ ബലഹീനനെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ ബലവാനാണെങ്കിലും നീ ബലഹീനനെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദിവ്യകാരുണ്യ ഈശോയിലെ ഈ കേട്ട തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുന്ന പരിശുദ്ധ ആരാധനയുടെ നിമിഷമാണ്. വലിയ ദാഹത്തോടെ ഇതാ നമ്മളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോ. ഹൃദയം തുറന്ന് പറയാൻ നമുക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ കൊച്ചു സ്വർഗം തീർക്കുന്ന, സുവിശേഷത്തിൻ്റെ ആനന്ദം ജീവിക്കുന്ന ഒരാൾ നമ്മളോട് തൻ്റെ ജീവിതം പങ്കിട്ട നിമിഷങ്ങളാണ്. ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ തേടുന്നവർക്ക് അവിടുന്ന് അകലെയല്ല. അതുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട്, ഓ ദിവ്യകാരുണ്യനാഥ, തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ വന്നവൻ, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി മണ്ണിൽ അവതരിച്ചവൻ, ഒരു ചെറുകാറ്റിൽ പറക്കാൻ പോകുന്നൊരു ഈ ഗോതമ്പപ്പത്തോളം ചെറുതായവൻ, ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്നൊന്നു പറയാ, എനിക്കങ്ങല്ലാതാരുള്ളു നാഥ, എല്ലാം മറന്നൊന്നിരിക്കാൻ ശാന്തിയരുളും സന്നിധി മാത്രം. ഹൃദയം തുറന്നൊന്നു പറയാ. കുളിർമഞ്ഞുപോലെ, പനിനീരുപോലെ ഇതാ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് സമീപസ്ഥമായി ഈ അൾത്താരയിൽ. സ്നേഹമുള്ളവരെ, ഒരുപാട് വിഷാദവും ആശങ്കകളും ഭയവും എല്ലായിടത്തും കൊറോണയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ 121 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ട ആ ദിവ്യമായ പർവ്വതം, ആ നിത്യമായ പർവ്വതം ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ടത് ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്കാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദാഹങ്ങളും സങ്കടങ്ങളും ചേർത്ത് വെച്ച് കർത്താവിനെ ആരാധിക്കാം. കുളിർമഞ്ഞു പോലെ, തെളിനീരു പോലെ, കനിവാർന്ന സ്വരമെൻ്റെ കാതിൽ മുഴങ്ങി. കുളിർമഞ്ഞു പോലെ, തെളിനീരു പോലെ, കനിവാർന്ന സ്വരമെൻ്റെ കാതിൽ മുഴങ്ങി. സാന്ത്വനാതീതമാം കണ്ണുനീർ മാഞ്ഞു, വാത്സല്യമൂറും നിൻ പുഞ്ചിരിയിൽ. സാന്ത്വനാതീതമാം കണ്ണുനീർ മാഞ്ഞു, വാത്സല്യമൂറും നിൻ പുഞ്ചിരിയിൽ. ഹൃദയം തുറന്നൊന്നു പറയാ.
എനിക്കങ്ങല്ലാതാരുള്ളു നാഥ. എല്ലാം മറന്നൊന്നിരിക്കാൻ ശാന്തിയരുളും സന്നിധി മാത്രം. ഹൃദയം തുറന്നൊന്നു പറയാ. ദൈവം എന്നെ നോക്കി ഞാൻ അന്ധനായി എന്ന് ഒരു ആത്മീയ ചിന്തകൻ എഴുതി വച്ചു. പ്രിയമുള്ളവരെ, ദൈവം എന്നെ നോക്കുമ്പോൾ പിന്നീട് മറ്റൊന്നും കാണാനാവാത്ത വിധം ആ ദൈവത്തിൻ്റെ സൗന്ദര്യത്തിൽ, അഭിഷേകത്തിൽ, അഗ്നിയിൽ ഞാൻ അന്ധനായി മാറുകയാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഒരു ആത്മീയ പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ അതിൻ്റെ എഴുത്തുകാരൻ എഴുതി, ഈ പുസ്തകത്തിലൂടെ മനുഷ്യൻ സംസാരിക്കരുത്, കാരണം അവൻ കണക്ക് കൂട്ടുന്ന മൃഗമാണ്. ഈ പുസ്തകത്തിലൂടെ പിശാച് സംസാരിക്കരുത്, അവൻ ശവന്തീനി കഴുകനാണ്. എന്നാൽ ഈ പുസ്തകത്തിലെ അക്ഷരങ്ങളിലൂടെ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന, മുറിവുണക്കുന്ന ഈശോ നീ സംസാരിക്കണമേ. പ്രിയമുള്ളവരെ, ഈ ആഗമനകാലത്തെ ദ ജോയ് ഓഫ് ദ ഗോസ്പൽ ഒന്നാം ദിവസം രാത്രി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയട്ടെ. ദൈവമേ, മനുഷ്യൻ കണക്ക് കൂട്ടുന്ന മൃഗമാണ്. അവൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്ത് അവൻ്റെ സ്നേഹത്തിന് മാറ്റം വരുന്നുണ്ട്. കാരണം മനുഷ്യൻ കേവലം മനുഷ്യനാണ്. പിശാച് ശവന്തീനി കഴുകനാണ്. വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് തീർച്ചയായും അവൻ നമ്മളെ കബളിപ്പിച്ച് കടന്നു പോകും. എന്നാൽ സത്യം തന്നെയായവൻ, കാലിത്തൊഴുത്തിൽ മനുഷ്യാവതാരം ചെയ്തവൻ, നമുക്കറിയാം, ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് ഇച്ചിരി തുപ്പലൊക്കെ തെറിച്ചാൽ, അവരുടെ വായിൽ നിന്ന് ഇത്തിരി വെള്ളമൊക്കെ നമ്മുടെ ദേഹത്ത് വന്നാൽ നമ്മൾ അസ്വസ്ഥരാണ്. എന്നിട്ടും നമ്മുടെ തുപ്പലിൽ അലിയാൻ മാത്രം ചെറുതായവൻ ഇത്ര ചെറുതാകാൻ എത്ര വളരണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നവൻ. ഈ രാത്രി നമ്മുടെ ഹൃദയം ഈ ദിവ്യകാരുണ്യനാഥന് കൊടുക്കാം. അവിടുന്ന് നിന്നെ താങ്ങിയെടുക്കുന്ന ദൈവമാണ്. തളർന്നുവെന്ന് തോന്നുമ്പോൾ, തനിച്ചായിപ്പോയി എന്ന് തോന്നുമ്പോൾ, താളം തെറ്റുമ്പോൾ നിനക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ദൈവം ഈശോയാണ്. ആ ദിവ്യകാരുണ്യനാഥനിലേക്ക് പ്രിയമുള്ളവരെ ഈ രാത്രി നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. എന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എത്രമേൽ തകർന്ന അവസ്ഥയിലും താങ്ങിയെടുക്കാൻ കഴിയുന്ന ദൈവം. സാധിക്കുമെങ്കിൽ നമ്മുടെ കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് നൽകാം. നമ്മുടെ സാഹചര്യം അനുവദിക്കുമെങ്കിൽ ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ. ദൈവമേ, ഈ രാത്രി അവിടുത്തെ സ്നേഹം നൽകിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളും ചോദ്യങ്ങളും നിരാശയും എല്ലാം എടുത്തു മാറ്റണമേ. വലിയ ആനന്ദം ഞങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയണമേ. ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ ആരാധന. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. എല്ലാ സ്തുതികൾക്കും നീ യോഗ്യൻ, എല്ലാ ആരാധനയ്ക്കും നീ യോഗ്യൻ. ഹല്ലേലൂയ. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി സങ്കീർത്തകൻ പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ?
തളരുന്നതെന്തേ കുഞ്ഞേ, താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും, തുണയായി നിൽക്കും, അനുഗ്രഹമേകും. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും, തുണയായി നിൽക്കും, അനുഗ്രഹമേകും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം ഒരു പെൺകുട്ടി പിന്നീട് പറഞ്ഞ ഒരു മനോഹരമായ അനുഭവം എങ്ങനെയാണ്, ഇത്രനാളും ഐ വാസ് സിംപ്ലി എക്സിസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു, ബട്ട് റൈറ്റ് നൗ ഐ ആം ഫുള്ളി അലൈവ്. പ്രിയമുള്ളവരെ, ഒരു ദൈവാനുഭവം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നില്ലെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നു ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചൈതന്യം തൊട്ടപ്പോൾ അത് ജീവനുള്ളതായി, വെളിച്ചമുള്ളതായി, അനുഗ്രഹമുള്ളതായി മാറി. ദൈവം തൊടാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയം ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ വചനം പോലെയാണ്. അത് രൂപരഹിതമാണ്, അത് ഫോംലെസ് ആണ്, അത് ശൂന്യമാണ്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ കാൾ യുങ് ഒരിക്കൽ പറഞ്ഞു, ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ശൂന്യതയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സിനിമ നടൻ്റെ മകള് ഈ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഡിപ്രഷൻ, വിഷാദരോഗത്തിൻ്റെ ഉടമയാണ്. കോടികളുടെ ആസ്തിയുണ്ട്, സർവ്വസൗഭാഗ്യങ്ങളുമുണ്ട്. എന്നിട്ടും എന്തിനാണ് ആ കൊച്ചു പെൺകുട്ടി വിഷമിക്കുന്നത് അല്ലെങ്കിൽ വിഷാദരോഗത്തിന് അടിമയാവുന്നത്? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു, ദൈവമേ, നീ സൃഷ്ടിച്ച സുന്ദരങ്ങളായ ബാഹ്യ വസ്തുക്കളുടെ പിറകെ വിരൂപനായ ഞാൻ പരക്കം പാഞ്ഞു, എന്നാൽ യഥാർത്ഥ സൗന്ദര്യമായ നീ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നിന്നെ അറിയുവാൻ, നിന്നിലെത്തുവാൻ ഞാൻ എത്രയോ വൈകിപ്പോയി. For you have made us for yourself. Our heart is restless until it rests in you. നമ്മുടെ അസ്വസ്ഥതയുടെ കാരണം കോവിഡ് അല്ല. അതൊരു സങ്കടമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മനുഷ്യ, നിന്റെ അസ്വസ്ഥതയുടെ കാരണം ദൈവം ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തുറക്കാം. താളം തെറ്റിയ ജീവിതം, ആ ജീവിതത്തിലേക്ക് ഈശോയെ നമുക്ക് വിളിക്കാം. ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യം പ്രവഹിച്ചപ്പോൾ അത്ഭുതകരമായ കൃപയും അനുഗ്രഹവും നിറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദൈവ ചൈതന്യത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടല്ലോ, നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് അങ്ങയെ വേണം. ലോർഡ്, ഐ നീഡ് യു. ലോർഡ്, ഐ വോണ്ട് യു. ദൈവമേ, എന്നെ തൊടണമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, ഒരു ദൈവാനുഭവം തരണമേ. ഈ മരവിപ്പും മടുപ്പും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമായ എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എനിക്കതിലൊരു വിടുതൽ വേണം. ഇറങ്ങി വരണമേ.
ആഗ്രഹത്തോടെ ഈ വരികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താളം തെറ്റിയ ജീവിതത്തിൽ നേർവഴി കാട്ടുന്നു നല്ല ദൈവം. താളം തെറ്റിയ ജീവിതത്തിൽ നേർവഴി കാട്ടുന്നു നല്ല ദൈവം. തള്ളുകയില്ലവനൊരു നാളിലും, താതനല്ലേ നല്ല താതനല്ലേ. തള്ളുകയില്ലവനൊരു നാളിലും, താതനല്ലേ നല്ല താതനല്ലേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. തളരുന്നതെന്തേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ദൈവം ദൂരെയല്ല. കർത്താവേ, ഈ ആഗമന കാലത്ത് തളർന്ന ഹൃദയങ്ങളെ, തകർന്ന ജീവിതങ്ങളെ അവിടുന്ന് കാണണമേ. പ്രിയമുള്ളവരെ, വലിയ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കട്ടെ. വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കാം. യേശു അവൻ ആരിലും വലിയവനാണ്, അവൻ ആരിലും മതിയായവനാണ്. വലിയ ദാഹത്തോടെ വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയെ ആരാധിക്കാം, സ്തുതിക്കാം. യേശുവേ നന്ദി. കർത്താവെ നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ. ഞങ്ങളുടെ തകർച്ചകളെല്ലാം നന്മയാക്കി മാറ്റുന്നവനാണ് നീ. കർത്താവെ, ഞങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുന്നവനാണ് നീ. ഞാനങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, ഹാലലൂയ, 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 ഹാലലൂയ. ഈ രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു പഴുത് തേടുന്നവനാണ് നമ്മൾ കേട്ടു. കൊച്ചു കാര്യങ്ങളിലൂടെ സ്വർഗം തീർക്കുന്ന, അനുദിന ജീവിതത്തിൻ്റെ വിരസതകളെ, സങ്കടങ്ങളെ കൃപയാക്കി മാറ്റുന്ന ഒരു വചന ധ്യാനം നമുക്കായിട്ട് പ്രിയപ്പെട്ട മേരി ഹേമലത ടീച്ചർ നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ഒരു സ്വർഗമാക്കി മാറ്റാൻ കടന്നു വന്നവനാണ് ഈശോ. ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചോദിച്ചു, ഈ വീടെന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരിടം എനിക്കൊന്ന് നിർദ്ദേശിക്കാമോ? എങ്ങനെയാണ് നമ്മുടെ വീടുകളൊക്കെ നരകമായിട്ട് മാറിയത്? എന്നാണോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? പ്രഭാഷകന്റെ പുസ്തകം 27:3 ദൈവവചനം പറയുന്നു, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. പ്രിയമുള്ളവരെ, ഈ രാത്രി നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തെ സ്വർഗമാക്കി മാറ്റാൻ കഴിയുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വിളിക്കാം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഈ തിരുവചനം, ലൂക്ക സുവിശേഷം 2-ാം അധ്യായം 10-11 ഈ തിരുവാക്യങ്ങൾ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ ഫലം ചൂടട്ടെ. നമുക്ക് ഈ തിരുവെഴുത്തിനെ ധ്യാനിക്കാം. ഈ ധ്യാന ദിവസങ്ങളിൽ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാലാക ഈ സദ്വാർത്ത അറിയിച്ചത്.
ഒരുപാട് ഭയങ്ങളുടെയും നിരാശയുടെയും പാപത്തിൻ്റെയും ഒക്കെ കെണിയിൽ മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ മനുഷ്യകുലം വേദനിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലെ, പ്രത്യാശയുടെ ഒരു മനുഷ്യനാകാൻ കാർഡിനൽ സുനൻസിനെ പോലെ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ, അങ്ങ് എങ്ങനെയാണ് ഇപ്പോഴും പ്രത്യാശയുള്ള ഒരു വ്യക്തിയാവുന്നത്? ഇത്രയും അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ, അൺസർട്ടൻറ്റീസിൻ്റെ നടുവിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഈ രാത്രി നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മളിൽ ഒരു പുതിയ അഭിഷേകം നിറയ്ക്കട്ടെ. സകല ഭയവും നിരാശയും നീങ്ങിപ്പോവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ ആത്മാവെ സ്ലിഹന്മാരിൽ നിറഞ്ഞതുപോലെ ദൈവാരൂപി സ്നേഹജ്വാലയായി ഞങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിലും വന്ന് നിറയട്ടെ. നമുക്ക് ഈ സമയം ഈ വരികളോട് ചേർന്ന് ആഗ്രഹിക്കാം. ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ രാത്രി അവിടെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. ദാഹത്തോടെ പറയാം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ആമേൻ. ശക്തിയേകി നയിക്കണേ. പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ഓ പരിശുദ്ധാത്മാവേ, ശക്തിയേകി നയിക്കണേ. പ്രശസ്തനായ എഴുത്തുകാരൻ, ഈശോസഭാ വൈദികനായിരുന്ന ആന്റണി ഡിമെല്ലോ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി, വിഭവസമൃദ്ധമായ വിരുന്നുമേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന ഉദരരോഗിക്ക് തുല്യനാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. പ്രിയ സഹോദര, വിഭവസമൃദ്ധമായ വിരുന്നുമേശ നിന്റെ മുമ്പിൽ തിരുസഭ ഒരുക്കിയിട്ടില്ലേ? ഒരു ചെറുകാറ്റിൽ പറക്കാൻ പോന്നൊരു ഈ ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റുകൾക്ക് ഉത്തരം നൽകിയ ഒരു പൊന്നു തമ്പുരാൻ നിനക്കില്ലേ? എന്നിട്ടെങ്ങനെയാണ് കടുത്ത നിരാശയിലും വെറുപ്പിലും പകയിലും ജഡികാസക്തിയിലുമൊക്കെ ജീവിതം തള്ളി നീക്കാൻ കഴിയുന്നത്? പലരും പറയുന്നു, ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ദൈവം എവിടെ, ദൈവം എവിടെ? പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി അറിയണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, മനുഷ്യ നീ എവിടെ? ആദം നീ എവിടെ? ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 34-35 തിരുവാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ നിപതിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സുഖലോലുപതയില്, മദ്യാസക്തിയില്, ആസക്തികളില്, ജീവിത വ്യഗ്രതയില് ഒഴുകുകയായിരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്ന പ്രിയമുള്ളവരെ. അവിടെയാണ് ഈ മഹാമാരി നമ്മളോട് ചിലത് പറഞ്ഞു തന്നത്. നമ്മുടെ ഈ സെലിബ്രേഷൻ, നമ്മുടെ ഈ ഓട്ടം വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എവിടെയോ നമുക്ക് മാറ്റം വരുത്താനുണ്ട്. അതുകൊണ്ട് ഒരു ആത്മീയ ഗ്രന്ഥം പറയുന്നു, ഡ്രോപ്പ് യുവർ ഈഗോ ബിഫോർ യു എൻ്റർ. ദൈവത്തിലേക്ക് കടക്കണമെങ്കിൽ നീ നിന്റെ ഈഗോ താഴെ ഇറക്ക്. ഞാൻ എന്തോ ആണ് എന്ന ചിന്ത താഴെ ഇറക്കണം. ദൈവമേ, ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമില്ല. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ദൈവമല്ലാത്തതെല്ലാം ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുന്നവന് ദൈവത്തെ കിട്ടും. ദൈവമല്ലാത്തതെല്ലാം ദൈവത്തെ പ്രതി നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. ആഗ്രഹിക്കണം, ദാഹിക്കണം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ സ്ലിഹന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ.
ദൈവത്തിൻ്റെ ചൈതന്യം വന്ന് നിറയുമ്പോൾ ആദം നീ എവിടെ, ഞാൻ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു കൃപ എന്നിൽ പരിശുദ്ധാത്മാവ് തരും. ആഗ്രഹത്തോടെ വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ലിഹന്മാരിൽ നിറഞ്ഞ പോൽ, സ്ലിഹന്മാരിൽ നിറഞ്ഞ പോൽ ആമേൻ. ശക്തിയേകി നയിക്കണേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. സ്ലിഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ രാത്രി അഭിഷേകം ചെയ്യണമേ. കർത്താവേ, തകർന്ന ജീവിതങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. കർത്താവേ, അങ്ങേ ആരാധിക്കാനാവാത്ത വിധം കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും നിർവീര്യമായി പോകട്ടെ. ഈ ആശീർവാദത്തിന്റെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,